YSLY EDP ഞാൻ പലപ്പോഴും റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കല്യാണ ചെറുക്കന് കല്യാണ സമയത്ത് ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ പലപ്പോഴും കമന്റിൽ പറഞ്ഞിട്ടുള്ള പെർഫ്യൂമാണ് YSLY EDP. പക്ഷെ എന്ത് ചെയ്യാം, റീഫോർമുലേറ്റ് ചെയ്ത് നശിപ്പിച്ചോളാം. YSLY EDP ആദ്യം ഇറങ്ങിയ സമയത്ത് ഒരു മണവുമല്ല, ആ ഒരു പെർഫോമൻസും അല്ല പിന്നീട് ഉണ്ടായത്. നശിപ്പിച്ച് കളഞ്ഞൊരു പെർഫ്യൂമാണ്. ഏറ്റവും അധികം ആളുകൾ വാങ്ങിക്കൂട്ടിയ ഒരു പെർഫ്യൂമാണ് YSLY EDP. ഭയങ്കരമായിട്ട് തരംഗമായി. പല നീഷ് കമ്പനികളും YSLY EDPയുടെ വളർച്ച കണ്ടിട്ട് സ്റ്റക്കായി നിന്നിട്ടുണ്ട്. അപ്പൊ അത്രമാത്രം എനിക്ക് തോന്നുന്നു ഡിയോർ സവാഷ് ക്രീഡവന്റെ ബ്ലൂഡേ ചാനലിന് ശേഷം അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ കൂട്ടുവയ്ക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് YSLY EDP. YSLY EDPക്ക് ശേഷം 2021 അവർ റീഫോർമുലേറ്റ് ചെയ്തതിനു ശേഷം 2021 ലേ പെർഫ്യൂം എന്ന് പറഞ്ഞ ഇറക്കി. ആ ലേ പെർഫ്യൂമാണ് നമ്മുടെ കയ്യിലുള്ളത്. 2021 മുതൽ 2024 വരെ അവർ വലിയ രീതിയിലുള്ള റീഫോർമുലേഷൻസ് അവർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ ഇരിക്കുന്നത് 2024 ബാച്ചാണ്. അതിനുശേഷമുള്ളത് റീഫോർമുലേഷൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഭാഗ്യത്തിന് കിട്ടിയത് ടെസ്റ്റർ ബാച്ചാണ്, 2024 ബാച്ച്. ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ നമുക്കിപ്പോൾ സമ്മറാണ്, 34-38 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ചൂടുള്ളത്. YSLY EDP വാങ്ങണോ YSL ലേ പെർഫ്യൂം വാങ്ങണോ എന്ന് ചിന്തിക്കുന്നവർക്ക് YSL ലേ പെർഫ്യൂം വാങ്ങുന്നതായിരിക്കും നല്ലത്. YSLY EDP നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടെസ്റ്റർ വാങ്ങുക. റീറ്റെയിൽ പാക്ക് വാങ്ങാതിരിക്കുക. പറ്റുമെങ്കിൽ ടെസ്റ്റർ വാങ്ങുക. മാസിലേഷൻ കഴിഞ്ഞ് ഓക്സിഡേഷൻ കഴിഞ്ഞ് സെറ്റ് ആയിട്ടിരിക്കുന്ന സാധനമായിരിക്കും ടെസ്റ്റർ പലപ്പോഴും. അപ്പൊ കിട്ടുന്നെങ്കിൽ YSLY EDP ടെസ്റ്റർ ബാച്ച് വാങ്ങുക, അല്ലെങ്കിൽ റീറ്റെയിൽ പാക്ക് വാങ്ങാതിരിക്കുക. അതുപോലെ തന്നെ ലേ പെർഫ്യൂം ആണെങ്കിലും വാങ്ങുന്നെങ്കിൽ ടെസ്റ്റർ വാങ്ങുക, റീറ്റെയിൽ പാക്ക് വാങ്ങാതിരിക്കുക. കാര്യം റീഫോർമുലേറ്റ് ചെയ്തു. ഇനി പെർഫ്യൂമിലേക്ക് വരാം. ഇപ്പൊ കയ്യിലിരിക്കുന്നത് ടെസ്റ്ററാണ്, 100 ml ലേ പെർഫ്യൂം വെർഷൻ. ഇവിടെ സ്റ്റിക്കറും കാര്യങ്ങളും QR കൊടുത്തിട്ടുണ്ട്. ബാച്ച് കോഡ് വരുന്നത് ഇവിടെയാണ്, 38Y201C. ഇതാണ് ബാച്ച് കോഡ്. ഇതാണ് ലേ പെർഫ്യൂം. YSLY EDPയുടെ മുഴുവനും ബ്ലാക്ക് ആയിട്ടുള്ള ബോട്ടിൽ. ഒരു പ്രത്യേകതയും ബോട്ടിലില്ല. ഒരു ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക് നിറത്തിലുള്ള ഒരു ബോട്ടിൽ ഡിസൈൻ. ഇവിടെ Y എന്നുള്ള ഒരു ഡിസൈൻ ആണ്. ഇവിടെ ഈസന ഹോം കൊടുത്തിട്ടുണ്ട്. YSന്റെ ലോഗോ, അകത്ത് YSന്റെ ലോഗോ. ഇവിടെ ഒന്നുമില്ല. താഴെ ബാച്ച് കോഡ്. ഇനി ഇതിന്റെ സെൻ പ്രൊഫൈൽ എന്ന് പറയുന്നത് അരോമാറ്റിക്, ഫ്രഷ് സ്പൈസി, ഫ്രഷ് ഫ്രൂട്ടി, ഹെർബൽ, ലാവൻഡർ, വുഡി, സിട്രസ്, ആൽഡഹൈഡിക്, ആംബർ. രണ്ടുപേരാണ് ഈ പെർഫ്യൂം മേക്ക് ചെയ്തത്. ക്ലെയർ ലീജിയൻ പിന്നെ ഡൊമിനിക് റോപ്പിയൻ. ഈ രണ്ട് മാസ്റ്റർ പെർഫ്യൂമേഴ്സ് ആണ് ഈ പെർഫ്യൂം മേക്ക് ചെയ്തത്. ഇനി ഇതിന്റെ ടോപ്പ് നോട്ട് എന്ന് പറയുന്നത് ആപ്പിൾ, ആൽഡഹൈഡ്സ്, ഗ്രേപ്പ് ഫ്രൂട്ട്, ജിഞ്ചർ. മിഡിൽ നോട്ടിൽ വരുമ്പോൾ ലാവൻഡർ, സേജ്, ജെറാനിയം. ബേസ് നോട്ടിൽ വരുമ്പോൾ ടോങ്കാബീൻ, സീഡാർ, ഓളിബാനം, പച്ചോളി. ട്രൈ ചെയ്ത് നോക്കാം. സ്പ്രെയർ കുഴപ്പമില്ല. ഓപ്പണിംഗിൽ തന്നെ നമുക്ക് കിട്ടുന്ന മണം എന്ന് പറയുന്നത് ഗ്രീൻ ആപ്പിൾ, ജിഞ്ചർ, പിന്നെ ഗ്രേപ്പ് ഫ്രൂട്ട്, പിന്നെ ആൽഡിഹൈഡ്സ് എന്നുള്ള നോട്ട് ചേർത്തിട്ടുണ്ട്. അത് ആ നോട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫിക്സേറ്റീവ് ആണ് ശരിക്കും പറഞ്ഞ ആൽഡിഹൈഡ്. ആ നോട്ട് വരുമ്പോൾ ഒരു ഓരോ നോട്ടും എടുത്തിങ്ങനെ കാണിക്കും. നമുക്ക് ഓരോ നോട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് നമുക്ക് ഒരു തിളങ്ങുന്ന ഒരു എഫക്ട് ഫീൽ ചെയ്യും. വെയിൽ തട്ടുമ്പോൾ തിളങ്ങത്തില്ലേ, അതുപോലെയാണ് ഈ ആൽഡിഹൈഡ് നോട്ട് ചേർക്കുമ്പോൾ. പ്രധാനമായിട്ട് ഈ മസ്ക് പോലുള്ള നോട്ടുകളൊക്കെയാണ് ആൽഡിഹൈഡ് ചേർക്കുന്നത്. അപ്പൊ ആൽഡിഹൈഡ് ചേർക്കുന്ന പെർഫ്യൂം നന്നായിട്ട് മണം നല്ല രീതിയിൽ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ആൽഡിഹൈഡ് ചേർക്കുമ്പോൾ കിട്ടുന്ന ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. YSLY EDP എന്താണോ അത് തന്നെയാണ് ലേ പെർഫ്യൂം. പക്ഷെ ലേ പെർഫ്യൂം കുറച്ചും കൂടി മെച്ചോർഡാണ്. YSLY EDPയുടെ നീഷ് വെർഷൻ ആണ് ലേ പെർഫ്യൂം. പക്ഷേ ഈ YSLY EDP അടിക്കുമ്പോൾ പലർക്കും പറയാൻ പറ്റും ചെറിയൊരു സിന്തറ്റിക് അല്ലെങ്കിൽ ഒരു ഒരു മെറ്റാലിക് ചൊവ എവിടെയോ ഉണ്ട് YSLY EDP. ചിലർക്കെങ്കിലും ഫീൽ ചെയ്യാറുണ്ട് അടിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു സിന്തറ്റിക് ചൊവ കയറി വരും, അല്ലെങ്കിൽ ഒരു മെറ്റാലിക് സ്മെല്ല് കയറി വരും. പക്ഷെ അതെല്ലാം പരിഹരിച്ച് ഇവർ കുറെ കൂടി നാച്ചുറൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സിന്തറ്റിക് മണങ്ങളോട് വലിയ താല്പര്യമില്ലാത്തവർക്ക് ഇതെടുക്കാം, ലേ പെർഫ്യൂം എടുക്കാം. ലേ പെർഫ്യൂം കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത്. എല്ലാ നോട്ടും അവർ ഇപ്പോൾ ഗ്രീൻ ആപ്പിൾ ആണെങ്കിലും, ഗ്രീൻ ആപ്പിൾ ഗ്രാനി സ്മിത്ത് ആപ്പിളാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ ആപ്പിളിന്റെ നോട്ടാണെങ്കിലും, സേജിന്റെ നോട്ടാണെങ്കിലും, ജിഞ്ചറിന്റെ നോട്ടാണെങ്കിലും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ ഇതിനകത്തൊരു സ്പൈസിനെസ് ഉണ്ട്, ലൈറ്റ് ആയിട്ടുള്ള ചെറിയൊരു സ്പൈസി, ഒരു ബൊട്ടാനിക്കൽ സ്മെല്ല്. സ്പൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളല്ല, ബൊട്ടാനിക്കൽ സ്പൈസി സ്മെല്ല്, ഹെർബൽ ബൊട്ടാനിക്കൽ സ്പൈസി സ്മെല്ല്. ഇപ്പൊ ഗ്രീൻ ആപ്പിളിന്റെ ഒരു ഫ്രൂട്ടി ടച്ച്, പിന്നെ അക്വാട്ടിക് നോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രൂട്ടി അക്വാട്ടിക് പെർഫ്യൂമാണ് YSLY EDP. ഇപ്പോൾ YSLY EDP അടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു വാവ് ഫാക്ടറി കിട്ടിയില്ലെങ്കിൽ ലേ പെർഫ്യൂം എടുക്കുക. ലേ പെർഫ്യൂം വർത്താണ്, പെർഫോമൻസും ഉണ്ട്. പിന്നെ ഡ്രൈ ഡൗണിൽ വരുമ്പോൾ നമുക്ക് ടോങ്കാബീൻ, ബേസിക്കലി വാനില സ്മെല്ലാണ്. വാനിലയുടെ ഒരു സാന്നിധ്യം, ഒപ്പം ഗ്രീൻ ആപ്പിളും വാനിലയും ചേരുമ്പോൾ ഉള്ള ഒരു സ്മെല്ല്. പിന്നെ ഡ്രൈ ഡൗണിൽ വുഡി നോട്ടൊക്കെ ചേർന്നിട്ടിരുന്ന നോട്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ഡ്രൈ ഡൗണിൽ വരുന്നത്. വുഡി, വാനില, ഡ്രൈ ഡൗൺ. പിന്നെ YSLY EDP ഒരു സിഗ്നേച്ചർ സ്മെൽ ഉണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള സ്മെൽ. ആണുങ്ങൾക്കാണെങ്കിലും ശരി, പെണ്ണുങ്ങൾക്കാണെങ്കിലും ശരി, YSLY EDP അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന പെർഫ്യൂമാണ്. അപ്പോൾ ആ ഒരു YSLY EDPയുടെ ഒരു കോർ DNA നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വ്യത്യാസം. അല്പം കൂടി മെച്ചുവർ ആയിട്ടുള്ള ഒരു സ്മെല്ല്. ആ YSLY EDP വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ലേ പെർഫ്യൂം വാങ്ങുക. YSLY EDP റീറ്റെയിൽ പാക്ക് വാങ്ങാതിരിക്കുക, പകരം ടെസ്റ്റർ വാങ്ങുക. ഓക്കെ. ഇനി ഇതിന്റെ പെർഫോമൻസ് ഉണ്ട്, നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. 6 മുതൽ 7 മണിക്കൂറാണ് ഇതിന്റെ ലോങ്ജിവിറ്റി എന്ന് പറയുന്നത്.
പ്രൊജക്ഷൻ ആദ്യത്തെ 2.5 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ഉണ്ട്. YSLY EDPയുടെ എല്ലാ പ്രത്യേകതയും ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പ്രൊജക്ഷനും ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്. പിന്നെ YSLY EDP അടിച്ചാൽ അത് കോംപ്ലിമെന്റ് ഉറപ്പാണ്. കോംപ്ലിമെന്റ് കിട്ടുന്ന ഒരു പെർഫ്യൂമാണ്. റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ 8 മുതൽ 10 സ്പ്രേ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ. ഫ്രഷ് പെർഫ്യൂമാണ്, അരോമാറ്റിക് പെർഫ്യൂമാണ്. അതിന് കൂടെ ടോപ്പ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ടോപ്പ് ചെയ്യാൻ മറക്കരുത്. 8-10 സ്പ്രേ ആണ് റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂമാണ്. അടിക്കുമ്പോൾ എന്തായാലും മണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചോദിക്കും ഏത് അടിച്ചിരിക്കുന്നത് ചോദിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമാണ്. പിന്നെ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ കൂടിയാണ് YSLY EDPയുടെ ഈ ഒരു പെർഫ്യൂം. YSLY EDP നമ്മുടെ ഷെൽഫിൽ ഇരിക്കുന്നത് കാണാൻ ഒരു ചന്തമാണ്. അപ്പോൾ അത് വാങ്ങാൻ മറക്കരുത്. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ വാങ്ങുക. നിങ്ങൾ എൻ്റെ അടുത്ത് പറയാണ് എനിക്ക് ബഡ്ജറ്റ് കുറവാണ്, പക്ഷേ എല്ലാ ഒക്കേഷനും വേണ്ടിയിട്ട് ഒരു പെർഫ്യൂം പറയാൻ പറഞ്ഞാൽ ഈ പെർഫ്യൂം പറയും. എല്ലാ പർപ്പസിനും, പാർട്ടിയിലായിക്കോട്ടെ, ക്ലബിങ്ങിനായിക്കോട്ടെ, ഓഫീസിലായിക്കോട്ടെ, വെയിലത്ത് പോകുമ്പോൾ ആയിക്കോട്ടെ, എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു പെർഫ്യൂം. അതാണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഓഫീസിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഓഫീസിൽ നിർബന്ധമായും അടിക്കേണ്ട ഒരു പെർഫ്യൂമാണ് YSL Le Parfum. ഒരു കാരണവശാലും മറക്കരുത്. ഓഫീസിൽ അടിക്കാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വേണം. വളരെ ഇനോഫെൻസീവ് ആണ്, വളരെ ഇനോഫെൻസീവ് ആണ്. അടുത്തിരിക്കുന്നവർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവില്ല. മറിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണം. തൂതോ സ്പൈസിനെസ്സോ ടൊബാക്കോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. ലൈറ്റ് വെയിറ്റ് ആണ്, എന്നാൽ ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷനും ഉണ്ട്. ഇനി അങ്ങോട്ട് പിടിച്ചാൽ കിട്ടാത്ത വെയിലായിരിക്കും. അപ്പൊ ഈ ചൂട് സമയത്ത് നമുക്ക് നല്ല സമ്മർ പെർഫ്യൂംസ് കുറേയൊക്കെ റിവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ കൂട്ടത്തിൽ കിട്ടിയതാണ് YSL Le Parfum. ഇതിലേക്ക് ടെസ്റ്റർ ഇപ്പൊ കിട്ടുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. മാത്രമല്ല 2021 അല്ലെങ്കിൽ 2024 ബാച്ച് കിട്ടാൻ പ്രയാസമാണ്. അപ്പം നല്ലൊരു ബാച്ച് ടെസ്റ്റർ വന്നു, അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് റിവ്യൂ ചെയ്യാൻ വിചാരിച്ചത്. പിന്നെ നമുക്കിപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള പെർഫ്യൂംസ് ഒക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ നോക്കുക. ഇപ്പോൾ 10 ml ഞാൻ ഡീക്കൻ ആക്കിയിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഇതുപോലെ ഒരു ഡീക്കൻഡ് കൊണ്ട് നടന്നിട്ട് നിങ്ങൾ ഓഫീസിൽ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് കയറുന്നതിന് ഒരു അല്ലെങ്കിൽ കയറിയിട്ട് ഒന്ന് അടിച്ചാലും മതി. ഇതൊരു 10 ml 5 ml കൊണ്ട് നടക്കുക. കിടിലൻ പെർഫ്യൂമാണ് YSL Le Parfum. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ഫ്രൂട്ടി ഫ്രഷ് അരോമാറ്റിക് സ്മെൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂം.